18 വയസ്സ് കഴിഞ്ഞതേ ഓർമ്മയുള്ളൂ ഗൈസ്. 25ലേക്ക് ഒരു ഓട്ടായിരുന്നു കേട്ടോ. എത്ര പെട്ടെന്നാണ് എനിക്ക് 25 വയസ്സായെന്ന് ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു കേട്ടോ. വർഷങ്ങളൊക്കെ പോയൊരു പോക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. എനിക്ക് 25 വയസ്സായി ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ ഭരത്തുമോനും ഏട്ടനും ഞാനും കൂടെ അമ്പലത്തിലും തറവാട്ടിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. പ്രസാദം കിട്ടാൻ നേരം വൈകിയതിനാൽ പിന്നെയും പോയി പ്രസാദമൊക്കെ വാങ്ങിച്ച് വന്നു കേട്ടോ. പിന്നെന്താണ്, ബർത്ത്ഡേ ആകുമ്പം ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു അടിപൊളി മന്തി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മന്തി ഉണ്ടാക്കുന്ന ഇടയിലാണ് ഏട്ടൻ്റെ വിളി കേട്ട് പോയത് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ആവോലിയും കൂടെ കിട്ടിയിട്ടോ. പിറന്നാൾ ഗിഫ്റ്റ് ആണെന്നാണ് ഏട്ടൻ പറഞ്ഞത്. അങ്ങനെ മന്തിക്ക് വേണ്ട ചട്നികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിന ചട്നിയും തക്കാളി ചട്നിയും അങ്ങനെ എല്ലാം ഉണ്ടാക്കി മന്തി റൈസൊക്കെ വേവിക്കാൻ വെച്ചിട്ടോ. ആകെ മൊത്തം ചൂടായിരുന്നു കേട്ടോ. ബർത്ത്ഡേ ആയാലും സൂര്യൻ ചേട്ടൻ അങ്ങനെ ചൂട് കുറയ്ക്കുന്നൊന്നുമില്ല കൈ. ഫുഡിൻ്റെ റെസിപ്പിയൊക്കെ അടങ്ങിയുള്ളൊരു ലോങ് വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പോയി കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി മന്തിയൊക്കെ സെറ്റായിട്ട് അപ്പോൾ ചിക്കനും റൈസും എല്ലാം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിനിടയിൽ നമ്മുടെ ഭരതമോൻ്റെ കാലൊന്ന് മുറിഞ്ഞു. അങ്ങനെ ബഹളമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മന്തിയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് ഏട്ടൻ്റെ അനിയനും കൂടെ ഉള്ളതുകൊണ്ട് ബർത്ത്ഡേ അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഭരതമോനും അച്ഛനും പോയി ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ച് വന്നു കേട്ടോ. ഞങ്ങളിവിടെ അങ്ങനെ കേക്ക് പ്രിയരല്ല, അതുകൊണ്ട് തന്നെ ചെറിയ കേക്കാണ് വാങ്ങിച്ചത്. അങ്ങനെ എല്ലാവരും കട്ട് ചെയ്ത് കഴിച്ചിട്ടോ. ഇതൊക്കെയല്ലേ നമ്മളെ സന്തോഷമല്ലേ. ഏട്ടൻ്റെ വക നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡബിൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ഈ വർഷത്തെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. ബൈ ഗൈസ്.